നമസ്കാരം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 70 വർഷം മുൻപ് നമ്മളുടെ രാജ്യത്ത് നടപ്പിലാക്കി വളരെ വിജയകരമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാർഷിക പദ്ധതി ഗ്രീൻ റവല്യൂഷൻ എന്ന പേരിൽ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദുരന്തത്തിലാണിന്ന് നമ്മളുടെ സമൂഹം. കാരണം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഇത് ആരംഭിച്ചതെങ്കിലും അതിൻ്റെ അനന്തരം എന്ന് പറയുന്നത് രോഗവും രോഗാതുരതയും വർദ്ധിക്കുകയായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അപ്പോഴാണ് മാറി ചിന്തിക്കുവാൻ കൃഷി വിദഗ്ധരെയും ശാസ്ത്രജ്ഞന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയൊക്കെ പ്രേരിപ്പിച്ചത്. ഒരുപാട് ബദൽ സംവിധാനങ്ങളും ബദൽ ടെക്നോളജിയും കൃഷിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതൊരു ലോകത്തിൻ്റെ തന്നെ വിഷയമാണ്. കാരണം മനുഷ്യൻ ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭക്ഷണം ശുദ്ധമായിരിക്കണം. ഇതൊരു സത്യമാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്തും മണ്ണിലേക്കിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല. ഇങ്ങനെയൊരു പതനം 100-150 വർഷം മുമ്പ് വരെ ഇല്ലായിരുന്നു. എന്നാണോ കൃഷിയിൽ മണ്ണിലേക്ക് രാസപദാർത്ഥങ്ങൾ ഇടാൻ തുടങ്ങിയോ അന്നു മുതലേ ആരംഭിച്ചതാണ് ഈ ദുരന്തം. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഓരോ പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഓരോ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുക എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതാണ് സർക്കാരിൻ്റെ ഇന്ന് ഏറ്റവും വലിയ ജനക്ഷേമ പരിപാടി എന്നുള്ള രീതിയിലായിരിക്കുന്നു. ഇങ്ങനെ ആയിരുന്നില്ല. മനുഷ്യൻ്റെ കിഡ്നിയൊക്കെ പെട്ടെന്ന് പോവുക എന്ന് പറയുന്നത് അത്രമാത്രം ആഘാതം ജീവശരീരത്തിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിൽ മുഖ്യമായ പങ്ക് ഭക്ഷണത്തിന് തന്നെയാണ്. അപ്പോൾ ശുദ്ധമായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൽ പല ബദൽ പരിപാടികളുണ്ടായെങ്കിലും കാര്യമായ പുരോഗതി ആ വിഷയത്തിൽ കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിലെ ശ്രീ സുഭാഷ് പലേക്കർ എന്ന് പറയുന്ന ഒരു കൃഷി വിദഗ്ധൻ, അദ്ദേഹം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ശുദ്ധമായ ഭക്ഷണവും സമൂഹത്തിന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഇന്ത്യയെമ്പാട് സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രകൃതി കൃഷിയുടെ സാങ്കേതികത പ്രചരിപ്പിച്ചത്. അത് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള പലരും അത് നടപ്പിലാക്കുകയും അത്ഭുതകരമായ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊരു സർക്കാർ തലത്തിൽ അതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഏക സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ്. ഈ ആന്ധ്ര സംസ്ഥാനം ഈ ഒരു കർമ്മപദ്ധതിയിലേക്ക് വരുന്നതിന് പല സംഭവങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. 2000 മുതൽ ഉള്ള 10-13 വർഷം കൊണ്ട് ഇന്ത്യയിൽ 3 ലക്ഷത്തിലധികം കർഷകർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് രാസകൃഷിയുടെ ഒരു ദുരന്തം തന്നെയായിരുന്നു, ഒരു അനന്തരം തന്നെയായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നത് ആന്ധ്ര സ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണതലത്തിൽ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും രാസവളങ്ങളും കീടനാശിനികളും ഒഴിവാക്കിക്കൊണ്ട് കൃഷി നടത്തുകയും ചെയ്തപ്പോൾ ആത്മഹത്യയുടെ റേറ്റ് കുറഞ്ഞതൊക്കെ കാണാനിടയായി. അങ്ങനെ ഇരിക്കെയാണ് അവർ പലേക്കറുടെ ഈ പ്രകൃതി കൃഷിയെ ഒരു കാർഷിക നയത്തിൻ്റെ ഭാഗമായി എടുക്കുകയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് റൈതു സാധികാര സംസ്ഥ എന്ന ഒരു ബോർഡ്, അതിൻ്റെ ഇംഗ്ലീഷ് ഈക്വൽ നാച്ചുറൽ ഫാമിംഗ് ബോർഡ് എന്ന് തന്നെയാണ്, രൂപീകരിക്കുകയും അതിൻ്റെ ചുമതല സ്പെഷ്യൽ സെക്രട്ടറി എന്നുള്ള ചുമതല ടി വിജയകുമാർ IAS, അദ്ദേഹം ആന്ധ്ര സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ വിപ്ലവമാണ്. അതായത് യഥാർത്ഥത്തിലുള്ള സത്യമായ ഗ്രീൻ റവല്യൂഷൻ എന്ന് വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാൻ. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയെപ്പറ്റി നമ്മുടെ കേരളത്തിലെ കർഷക ജനതയെയും പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതൊരു ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ജൂലൈ 6-ാം തീയതി ശനിയാഴ്ച 4 മണി മുതൽ 6 മണി വരെ ഒരു സൂം മീറ്റിംഗ് നടത്തുന്നത്. അത് ആന്ധ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പ്രക്രിയകളും പദ്ധതിയുടെ പൂർണ്ണരൂപവും
അതിൻ്റെ ചുമതല വഹിക്കുന്ന സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ടി വിജയകുമാർ IAS അവറുകൾ നൽകുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാനും അത് ദൂരീകരിക്കാനും ഒരു അവസരം നമ്മളുടെ കർഷകരും പൊതുസമൂഹവും ശരിക്ക് വിനിയോഗിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. കാരണം നമുക്കിന്ന് ഏറ്റവും കൂടുതൽ രോഗത്തിൻ്റെ കാര്യത്തിൽ അത് മാരകമായ, അതായത് കൊണ്ടേ പോവുക, മാരകമായ രോഗം എന്ന് പറഞ്ഞാൽ എൻഡാണത്. അത്തരത്തിലുള്ള രോഗം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്. ഒരു വശത്തുകൂടി കേരളം വളരെയധികം പുരോഗതിച്ചു എന്ന് പറയുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ അമേരിക്കയിലെ പോലെയുള്ള രോഗാതുരതയും വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. നമ്മുടെ നേട്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ ഒരു കാര്യം ആരും പറയാറില്ല. ഇന്ന് രോഗത്തിൻ്റെ കാര്യത്തിൽ, രോഗം ഉണ്ടാകുന്ന കാര്യത്തിൽ, ഭീകരങ്ങളായ രോഗങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ കേരളം അവർക്കൊപ്പം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഭക്ഷണത്തെ ആശ്രയിച്ച് വരുന്നതാണ്. ഭക്ഷണം ശുദ്ധമായാൽ മാത്രമേ സമൂഹത്തിൻ്റെ ആരോഗ്യവും ശക്തമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരം നമ്മളുടെ കൃഷിയിടത്തെ നമുക്ക് പൂർണ്ണമായും ഈ രീതിയിൽ ശുദ്ധമാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമാണ്. ആന്ധ്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് 2025 ആകുമ്പോഴേക്കും ആന്ധ്ര സംസ്ഥാനത്തിലുള്ള ഏതാണ്ട് 85 ലക്ഷം ഹെക്ടർ ഭൂമിയും പ്രകൃതി കൃഷിയിടമാക്കി മാറ്റുക എന്നുള്ള ഒരു ടാർഗറ്റിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമുക്ക് ഈ സൂം മീറ്റിങ്ങിൽ ധാരണ കിട്ടുന്നതും അറിവ് കിട്ടുന്നതും. ഈ അവസരം എല്ലാവരും ശരിക്കും വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.